ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയെ എതിർത്ത UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് കീഴടങ്ങിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കുള്ളൂവെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തില്ലെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിന് താക്കീത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യങ്ങൾക്ക് മറുപടിയുമായി നെതന്യാഹു രംഗത്തെത്തിയത്. ഹമാസ് ഭീകരരെ നശിപ്പിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിലൂടെ UK, ഫ്രാൻസ്, കാനഡ ഭരണാധികാരികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിലൂടെയും ഒരു പലസ്തീൻ രാഷ്ട്രം ആവശ്യപ്പെടുന്നതിലൂടെയും UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ വംശഹത്യ ആക്രമണത്തിന് പ്രതിഫലം നൽകുകയാണെന്നും അത്തരം ക്രൂരതകൾ കൂടുതൽ ക്ഷണിച്ചു വരുത്തുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. തങ്ങൾ നടത്തിയത് പ്രാകൃത മനോഭാവങ്ങൾക്കെതിരായി നടത്തിയ യുദ്ധമാണ്. പൂർണ്ണ വിജയം കൈവരിക്കുന്നവരെ ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിനെതിരെ വിജയം നേടാൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും നെതന്യാഹു സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഒക്ടോബർ 7-ന് ഹമാസ് അതിർത്തികൾ ആക്രമിച്ച് 1200 നിരപരാധികളെ കൊലപ്പെടുത്തിയെന്നും 250-ലധികം നിരപരാധികളെ ബന്ദികളാക്കിയെന്നും പറഞ്ഞുകൊണ്ട് നെതന്യാഹു സംഘർഷത്തിന്റെ ഉത്ഭവം വിവരിച്ചു. US പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിച്ചതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരും ഇസ്രായേൽ സന്ദർശിക്കണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടു. ശേഷിക്കുന്ന ബന്ദികളെ വിട്ടയച്ചാൽ, ഹമാസ് ആയുധം താഴെ വെച്ചാൽ, ഭീകരരെ പുറത്താക്കി ഗാസ സൈനികവൽക്കരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.